കോടതി തീർക്കാണ് ഇവരും പറഞ്ഞു. അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ. ഞങ്ങൾ കോടതി തന്നെ പോവുക. ഒരു 2 പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ വരാൻ ഞങ്ങൾ ദേഷ്യപ്പെട്ട ചാടിച്ചുവിടുമാർക്ക് എന്ത് അക്രമവും നടത്താൻ എന്ത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കണ്ടതും രേണുസുതി തന്നെയാണ്. രേണുസുതി ജീവിക്കാൻ നീ അനുവദിക്കില്ലേ? രേണുസുതി നിനക്ക് എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെയുള്ള കമന്റുകൾ നിരോധിക്കണം കേട്ടോ. കാര്യം വെച്ചാൽ ഞാൻ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പേഴ്സണലി യാതൊരുവിധ വൈരാഗ്യമോ ഞാനും രേണുസുതിയായിട്ട് കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ഒന്നുമില്ല. രേണുസുതി സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, രേണുസുതി ഞാനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നേരത്തെ കൂട്ടി പറയുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നല്ല കമൻറ്റുകളൊന്നും ഇടാറില്ല, എല്ലാം തെറി വിളിച്ചുള്ള കമൻറ്റുകളാണ് ഇടാറുള്ളത്. ഞാൻ ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും പറയാൻ ഇതുവരെയും ഞാൻ അങ്ങനെ ഹാർഡായിട്ടൊന്നും വലുതായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. സോഫ്റ്റായിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ബോറടിപ്പിക്കാതെ കണ്ടന്റിലേക്ക് കിടക്കാം. രേണുസുതി നമ്മുടെ അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ, നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന അതുലിനെതിരെ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഫയൽ ചെയ്തത്. അതിൽ ട്രിവാൻഡ്രത്ത് നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയത്ത് എത്തുകയും അത് വീഡിയോയിലൂടെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എത്തിയെന്നും. ആ സമയത്ത് അവിടെ രേണുസുതി എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് രേണുസുതി വീണ്ടും അതുൽ വ്ലോഗ്സിനെതിരെ വീണ്ടും പരാതിയുമായിട്ട് ചങ്ങനാശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. അതേ പോലീസ് സ്റ്റേഷനിൽ, ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അവിടെ എത്തിയ വീഡിയോ, അതായത് രേണുസുതിയും സഹോദരിയുമായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. ആ എത്തിയ സമയത്ത് സകലമാന ഓൺലൈൻ മീഡിയക്കാരെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് രേണുസുതിയുടെ കുഴപ്പം. തൻ്റെ കുഴി താൻ തന്നെ തോണ്ടുക എന്ന് പറയും അല്ലേ. സകലമാന ഓൺലൈൻ മീഡിയാസിനെ അവിടെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതുൽ അവിടെ വരുമ്പോഴത്തേക്കിന് അതുലിനെ പിടിച്ച് പോലീസുകാർ ജയിലിൽ അടയ്ക്കുന്നതും ഷൗട്ട് ചെയ്യുന്നതും ചോദിക്കുന്നതും ഒക്കെ ഓൺലൈൻ മീഡിയയിലൂടെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ അങ്ങനെയുള്ള സംഭവിച്ചോ? നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് രേണുസുതി അവിടെ വന്ന രംഗം നമുക്കൊന്ന് കാണാം. മറ്റേ GST അടക്കുന്ന രീതിയിലൊക്കെ അല്ലേ? ാണ് കേട്ടോ. കൊടയൊക്കെ പിടിച്ചാണ് എത്തിയിരിക്കുന്നത്. സഹോദരിയും ഒപ്പം ഉണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിയ രേണുസുതിക്ക് അവിടെ വിചാരിച്ച രീതിയിലുള്ള പ്രതികരണമല്ല ലഭിച്ചത്. രേണുസുതി എന്ത് വിചാരിച്ചത്? പോലീസുകാർ വരുമ്പോൾ രേണു കയറിയിരിക്കും, എന്താ പറയാനുള്ള, അന്നത്തെ പരാതിയാണോ, നമുക്ക് അവരെ പിടിച്ച് പൂട്ടാം എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് ആശാട്ടി. പക്ഷെ നടന്നത് അങ്ങനെയല്ല കേട്ടോ. അതായത് നമ്മുടെ രേണുസുതി ഓൾറെഡി ആദ്യം ഒരു പരാതികൾ കൊടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് അതിലവിടെ കോട്ടയത്ത് എത്തിയ സമയത്ത് പോലീസുകാരെന്ത് ചെയ്തു? അതിൽ കാണിച്ച തെളിവുകളെല്ലാം കണ്ടു. അതായത് രേണുസുതിയുടെ പരാതി ബോഡി ഷെയിം ചെയ്തു, സ്ത്രീകളെ മാനഹത്യ അങ്ങനെ എന്തോ ആണ്, സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ചെയ്തു, പിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഓരോരോ കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കംപ്ലൈൻറ്റുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം അതിൽ നിരപരാധിയാണെന്ന് കണ്ടെത്തി അതിലിന് ഒന്നുമില്ലാതെ വെറുതെ വിട്ടു. എന്നുവെച്ചാൽ പ്രശ്നമൊന്നുമില്ല, അതിലിനെ ഇവിടം വരെ വൃത്തിയിൽ അവർ ഖേദിക്കുന്നുള്ള രീതിയിൽ അതിലിനെ പറഞ്ഞിട്ടു. കാര്യം ഇപ്പം സ്ത്രീകൾക്ക് അനുകൂലമാണ് നിയമം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും കയറി ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത കോൺസ്റ്റ് എന്ത് കാര്യത്തിനാണ്? രേണുസുതി സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് രേണുസുതിയെ കൊണ്ടല്ലേ കാട്ടുന്ന ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന രേണുസുതി അറിഞ്ഞോ അറിയാതെ ഇതിന് ഭാഗമായി മാറുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയെ ആളുകൾ വിമർശിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊന്നും വരാതിരുന്ന സമയത്ത് രേണുവിനെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു? ഇപ്പൊ രേണു മാത്രമല്ലല്ലോ ആൽബത്തിലൊക്കെ അഭിനയിക്കുകയും അതിൽ ഷോർട്സിലൊക്കെ ഷോർട്ട് വീഡിയോയിലൊന്നും അഭിനയിക്കുന്നത് രേണു മാത്രമല്ല, ഷോർട്ട് ഫിലിമിലൊന്നും ഉള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവരും രേണുവിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പം രേണു തന്നെയാണ് അതിനുള്ള ഇര ഇട്ട് കൊടുക്കുന്നത്. രേണു തന്നെ ഓൺലൈൻ മീഡിയാസിന് മുന്നിലേക്ക് ഇട്ട് കൊടുത്ത് രേണു തന്നെയാണ് പണി മേടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആളുകൾ അതിന് പറയുമ്പോഴത്തേക്കിന് എയറിൽ നിൽക്കുകയും വേണം. രേണുവിന് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എയറിൽ നിൽക്കണം. പിന്നീട് എന്തിനാണ് ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുന്നത്? സ്ത്രീകൾക്ക് അനുകൂലമാണ് നിയമം എന്ന് വെച്ചാൽ നിയമത്തിന് കുറച്ച് നീക്കുപോക്കുകളൊക്കെ ഇല്ലേ, തെളിവുകളൊക്കെ വേണ്ടേ അനുകൂലമായിട്ട്? ഇതിപ്പം അതിൽ ചെയ്ത എല്ലാ വീഡിയോസും സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ അത് കാണുമ്പം അറിയാലോ അതിൽ എന്തൊക്കെ പറഞ്ഞിട്ടില്ല എന്നറിയാലോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടായിരുന്നു. എന്തായാലും അതിനെ പോലെ ഇത്രയും സബ്സ്ക്രൈബർ കൗണ്ടൊക്കെ ഉള്ളൊരു ചാനലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചാനലിലുള്ള ആൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാതെ പ്രവർത്തിക്കുമെന്ന് വിചാരിച്ച് തന്നെ മോശമായിപ്പോയി. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന രേണു
കുറച്ച് കാര്യങ്ങൾ ഓൺലൈൻ മീഡിയാസിനോട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് ഭാഗം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കോടതി തന്നെ പോവുക. ഒരു രണ്ട് പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ വരാതെ ഞങ്ങൾ ദേഷ്യപ്പെട്ട് ചാടിച്ചു വിടുവാർക്ക് എന്ത് അക്രമവും നടത്താൻ എന്ത് എഴുതി പിടിപ്പിക്കാം. ഞാനൊന്നും ഒന്നും പോകുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ഫോട്ടോ എടുത്തിട്ട് മൊത്തം നാണം കെട്ടു. ഇനിയിപ്പോ ഒരു ജീവനല്ലേ, അതൊന്ന് പോയാലും കുഴപ്പമില്ല. ഇതിന് എന്നാണേലും ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങൾ നേരെ കോർട്ടിൽ പോകും. ഞങ്ങളിവിടെ വന്ന് പേടിപ്പിച്ചു വിടുക. ഞങ്ങളെ ദേഷ്യപ്പെട്ട് ഞങ്ങൾ അവരുടെ കാര്യം ഇവിടെ വന്ന കാര്യം പോലീസുകാർ ദേഷ്യപ്പെട്ട് വിടുക. അത് കോർട്ട് തീരുമാനിച്ചാൽ മതി. പോലീസുകാർക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ലെന്ന് ല്ലോ നിങ്ങൾ രേണു ഭയങ്കര വിഷമത്തോടെയാണ് വരുന്നത്. എന്നോട് എന്താ ഇങ്ങനെയൊക്കെ പെരുമാറി, ഞാൻ കേസ് കൊടുക്കാമെന്ന ആളല്ലേ, എന്നോട് ഇങ്ങനെയാണോ പെരുമാറേണ്ട മറ്റേന്ന് മറിച്ചെന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, നമുക്ക് അതോടെ കണ്ടുവരാം. കിടന്ന് ദേഷ്യപ്പെട്ടാണ് അവര് വിട്ടത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഉള്ള കാര്യമാണ് പറയുന്നത്. അതിലും നീ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇന്ന് അതിൽ ഇവിടെ വരണമെന്ന് പറഞ്ഞതാ. പക്ഷെ ഇന്ന് അവൻ വന്നിട്ടില്ല. അവൻ ചെയ്ത ദ്രോഹം ഞങ്ങൾ ആരും അവനോട് ഒന്നും തെറ്റല്ലെന്നാണ് ഇവര് പറയുന്നത്. നിങ്ങൾ പറ, ഞാൻ ല്ലോ തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. അതായത് എല്ലാ ഓൺലൈൻ മീഡിയസിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നുണ്ടോ, ഒരു മെയ്ക്ക് 2 മെയ്ക്കൊക്കെ പിടിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ആശാട്ടി വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല കേട്ടോ. അതിൽ വരുന്ന ഉടനെ ഓൺലൈൻ മീഡിയസിന് മുന്നിൽ അപമാനിക്കാം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ അത് നടന്നില്ല. അതിലുള്ള ചെറിയൊരു വിഷമം നമ്മുടെ രേണു ചേച്ചിയുടെ മുഖത്ത് കാണാനുണ്ട്. രേണു ചേച്ചിയല്ല, രേണുവിൻ്റെ മുഖത്ത് കാണാനുണ്ട്. നമ്മൾ തമാശക്ക് പറഞ്ഞാണ് കേട്ടോ. ഇനി അതിനെ ആരും ട്രോളാൻ വരല്ല, നീ അമ്മച്ചിയാണ്, നീ തള്ളയാണ്, നീ എന്തുകൊണ്ട് എൻ്റെ രേണുവിനെ ചേച്ചി എന്ന് വിളിച്ചു. ഞാൻ ഒരു തമാശയ്ക്ക് അങ്ങ് പറഞ്ഞതാണ്. ഇനി എനിക്കായിരിക്കും പൊങ്കാല. എന്തായാലും രേണുവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളോടെ കേൾക്കാം നമുക്ക്. എന്ത് അക്രമവും നടത്താൻ എന്ത് എഴുതി പിടിപ്പിക്കാം. ഞാനൊന്നും ഒന്നും പോകുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ കണ്ടേരും. പക്ഷേ നമുക്ക് പാവങ്ങൾക്കും കാശുള്ളവന് നമ്മൾ നിയമം രണ്ടാക്കിയോ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് നിയമത്തിൽ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിയമപരമായ രീതിയിൽ പോയത്. ദേഷ്യപ്പെടുന്ന പോലീസുകാരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു 2 പെണ്ണുങ്ങൾ വന്നാൽ ദേഷ്യപ്പെടണമെന്നാണോ? ഇത് എന്നെ പോലീസ് സ്റ്റേഷൻ അടി ജനമൈത്രി അല്ലേ? എനിക്കറിയത്തില്ല ഇങ്ങനെ ദേഷ്യപ്പെടും. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഞാനൊരു വിധവയാണെങ്കിൽ എന്റെ അടുത്ത് അത് പോട്ടെ, ഈ മാക്സിമം ചെയ്യുന്നതിന്റെ മാക്സിമം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല കരയുന്നത്. പരാതി കൊടുത്തു, അതിന്റെ പ്രകാരം ഷൂട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അവനിവിടെ വന്നായിരുന്നു കഴിഞ്ഞ ദിവസം. കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ അവന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളല്ലേ ഏൽപ്പിച്ചു എന്റെ ഈ കുടുംബചരിത്രം ജീവചരിത്രം തിരക്കാൻ വേണ്ടിയിട്ട്. ലോകത്ത് ഈ പറയുന്നവരൊക്കെ അയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ. ഞാൻ വിചാരിച്ചു ഈ 10 കെട്ടിലും പറഞ്ഞു, ഞാൻ ഈ നാളെ 10 കെട്ടിലും പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ ഈ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് CBI പോലെ? രേണു തന്നെയാണ് ഓൺലൈൻ മീഡിയാസിനെ ഫുള്ള് വിളിച്ചു വരുത്തിയത്. പക്ഷെ രേണു അവരുടെ മുമ്പിൽ അങ്ങ് കരഞ്ഞു മെഴുകുവാണ്. ഇങ്ങനെ അഭിനയിക്കുകയാണെങ്കിലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ രേണുവിന്റെ ആൽബത്തിലൊക്കെ ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. പണ്ടത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇനിയിപ്പോ ജീവിതത്തിൽ അഭിനയിച്ചങ്ങ് തകർക്കുവാണ് കേട്ടോ. ഇങ്ങനെ അഭിനയിച്ചുണ്ടല്ലോ ഉറപ്പായിട്ടും ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടും, ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടും. അപ്പം ഇതൊക്കെ നമുക്ക് ലൈഫിൽ മാത്രമല്ല സിനിമയിലും സീരിയലിലും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ സീരിയലിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ബിഗ് ബോസ് എൻട്രിയൊക്കെ കിട്ടും. പക്ഷേ ഈ താൻ തന്നെ നമ്മൾ ഇരിക്കുന്ന വരെ നമ്മൾ തന്നെ മുറിക്കുക എന്ന് പറയത്തില്ല. വല്ല ആവശ്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ട. ഈ അതിൽ ബോക്സിന് നേരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എന്ത് രേണുവിന് നേടാൻ സാധിച്ചു? അവിടുത്തെ രേണു അല്ലേ ഇപ്പം നാറിയത്. രേണു തന്നെ പറയുന്നു, അങ്ങോട്ട് വന്ന ഉടനെ അതുലിനെ അവർ പൊക്കി പറയുന്നു. കാര്യമുണ്ട്, കാര്യം വെച്ചാൽ അതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അതിലും തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും രേണു ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തതിനെ പറ്റി അതുലിൻ്റെ വീഡിയോയിൽ ചെറിയൊരു ഭാഗം പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. അതുലിന് എന്താണ് പറയാനുള്ളതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു. എന്നെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയും എന്റെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയും വ്യക്തമായ രീതിയിൽ വളരെ കറക്റ്റായിട്ട് ഓരോ കാര്യം ഞാൻ അവിടെ പ്രസന്റ് ചെയ്യും. അവസാനം സാറുമാർക്ക് മനസ്സിലായി ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട്. അത് മാത്രമല്ല എന്റെ ഓരോ വീഡിയോസും അവിടെ സ്റ്റേഷനിലുള്ള സാറുമാർ കണ്ടു. എനിക്ക് വളരെ വളരെ ഹാപ്പിയാണ്. കാരണം ഈ ഒരു കേസിൽ സത്യത്തിനൊപ്പം നീതിക്കൊപ്പം ന്യായത്തിനൊപ്പം ആ പോലീസുകാർ നിന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, ഇനി ഒരു പക്ഷേ ഒരു സ്ത്രീ കൊടുത്ത പരാതി ആയതുകൊണ്ട് എന്റെ പേരിൽ കേസെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യുമോ റിമാൻഡിലാക്കുമോ എന്നുള്ള ചിന്തയിൽ ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു. എന്നാൽ സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിന്ന് മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന പോലീസുകാർ ഈ നാട്ടിലുണ്ടെന്നുള്ളൊരു കാര്യം കോട്ടയം തൃപ്പൂണിത്താനം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലുള്ള സാറുമാർ തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. അത്തരം പോലീസുകാരാണ് നമ്മുടെ സമൂഹത്തിൽ ആവശ്യം എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഒരു പെണ്ണ് കൊണ്ടുപോയി ഒരു കേസ് കൊടുത്താൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ കേസെടുക്കുന്ന കാലമല്ല ഇത്. സത്യത്തിനും ന്യായത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന ഒരു കാലമായിട്ട് മാറണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. രേണു സുധിയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഒരിക്കലും അവരെ ബോഡി ഷെയിം ചെയ്യുകയോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുകയോ വളരെ മോശമായ രീതിയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന പല വീഡിയോസും എടുത്ത് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുപോലെ ഞാൻ അറിഞ്ഞതും തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്തു. അല്ലാണ്ട് ഒരിക്കലും ഒരു സ്ത്രീയെ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ വലിച്ചു കീറി ഒട്ടിക്കാനോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യത്തുമില്ല.
ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഉടായ്പകൾ ഉണ്ടെങ്കിൽ കൂടി അത് നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കും, വലിച്ചു കീറി ഒട്ടിക്കും. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ രേണുസുതി അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, മാനനഷ്ടത്തിന് കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു തെളിവുമില്ലാതെ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഒരു രേഖകളും ഇല്ലാതെ വന്നിട്ട് ഏതൊക്കെയോ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ ആരൊക്കെ ചെയ്ത വീഡിയോസിന്റെ ഫോട്ടോയും എടുത്തും കൊണ്ട് വന്നിട്ട് എനിക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ എന്നെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാലും പോലീസുകാർ വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറിയതുകൊണ്ട് ഞാൻ അത്രയും ബഹുമാനം അവർക്ക് നൽകുന്നു. ഇങ്ങനെയുള്ള പോലീസുകാരാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ആവശ്യം. എന്തായാലും ആ പോലീസുകാർക്ക് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ ഒരു ബിഗ് സല്യൂട്ട്. അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കേട്ടല്ലോ. അതിലിന് പറയാനുള്ള അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയിൽ വന്നൊരു ക്ലിപ്പിംഗ് ആണ് കേട്ടോ ഞാൻ ഈ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതായത് ഞാൻ അതിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷക തന്നെയാണ്. അതിൻ്റെ അഭിപ്രായങ്ങൾ അതിൻ്റെതായ സ്റ്റൈലിൽ അതിൽ അവതരിപ്പിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു തരത്തിലും ഒരു വ്യക്തികളെയും ഇങ്ങനെ അപകീർത്തിപ്പെടുത്താനോ ബോഡി ഷെയിം ചെയ്തതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. കാര്യം എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള ബോഡി ഷെയിമിങ് ചെയ്യുന്നതിനും അതുപോലെ കുഞ്ഞുമക്കളോടൊക്കെ ഉള്ള രീതി അപമാനിക്കുന്ന രീതി, അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഏത് വീഡിയോസിനെ നല്ല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് പറയാനുള്ള അതുലിന് പറയാനുള്ള അതുലിൻ്റെ അഭിപ്രായം അവിടെ ഉപയോഗിക്കുന്നു. പോലീസുകാർ തന്നെ പറയുന്നുണ്ട് അതുലിന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അതുലിൻ്റെ അഭിപ്രായമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് അവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും രേണു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപായിട്ട് ഒരു നിയമോപദേശമൊക്കെ തേടുക. അല്ലാതെ ചുമ്മാതെ ഇറങ്ങി അങ്ങനെ പോയി കേസ് കൊടുത്ത് എല്ലാവരെയും പിടിച്ച് അങ്ങ് ജയിലിലിടാന്നൊക്കെ ഉള്ളൊരു വ്യാമോഹമാണ്. അതൊന്നും നടക്കില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അതിന് തെളിവുകൾ വേണം. അതിന് എതിരായിട്ടുള്ള തെളിവ്, അതായത് മീൻസ് അതിലങ്ങനെ അപമാനിച്ചു എന്നുള്ള എന്തെങ്കിലും തെളിവ് കാണിക്കാനായിട്ട് രേണുവിനുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് രേണു അന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ? ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷൂട്ടല്ല, അന്ന് രേണു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ആളുകൾ പറയുന്നതായിട്ട് നമുക്ക് പല വീഡിയോസിലും കാണാൻ സാധിച്ചു. അച്ഛനാണ് അവിടെ അന്ന് വന്നത്. എന്തുകൊണ്ട് അന്ന് വന്നില്ല? അന്ന് രേണുവിന് അവിടെ വന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിച്ചുകൂടായിരുന്നു. അതായത് നിങ്ങളുടെ വല്ല മീൻസ് നിങ്ങളുടെ ആ ഒരു ക്ലാരിറ്റി വരുത്തിക്കൂടായിരുന്നു. നിങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായിക്കൂടാ. അതിൽ പറഞ്ഞ മിസ്റ്റേക്ക് അല്ല, അതിൽ പറഞ്ഞ ഒരു തെറ്റ് എന്ന് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒരു ഒരു വ്യാജ ബിഷപ്പിനെ കുറിച്ച് അതുലിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കണ്ടെത്തിയിരുന്നു, ഒരു വ്യാജ ബിഷപ്പാണെന്നും അയാൾ ഒരുപാട് പേരെ പറ്റിച്ച ഒരു വ്യക്തിയൊക്കെയാണെന്നും അതുലിൻ്റെ വീഡിയോയിലൂടെ പുറപ്പെട്ടു. അതാണ് നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം, അതാണ് നിങ്ങളെ ചോദിപ്പിച്ചത്. അല്ലാതെ നിങ്ങൾ ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് രീതിയിലൊക്കെ പറയുന്നുണ്ട്, പല രീതിയിലും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിനൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഈ വ്യാജ ബിഷപ്പിൻ്റെ പേര് നിങ്ങളുടെ ഫാമിലിയുമായി ചേർത്ത് പറഞ്ഞു. അതായത് അയാളൊരു വ്യാജ ബിഷപ്പാണ് എന്ന് അതിൽ കണ്ടെത്തി. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. അതാണ് നിങ്ങളിങ്ങനെ അതിൽ നേരെ കേസ് കൊടുക്കാൻ കാരണം. അത് വ്യാജമാണെന്നോ അതാണ് കാരണമെന്ന് അതിൽ തെളിയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അതിന് നേരെ കേസോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നില്ല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വ്യാജ കേസുകളൊന്നും കൊടുക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിലെ കോപ്രായങ്ങളൊക്കെ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഫീൽഡ് അറിയാം, നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാം, നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി തന്നെ നിങ്ങൾക്ക് നല്ലൊരു ലൈഫുണ്ട്. അതായത് മക്കളെയൊക്കെ വളർത്തി നിങ്ങൾ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഞാൻ എത്ര കെട്ടിയാലും എന്താന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ അത് എത്രമാത്രം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് അത്രമാത്രം ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ മുന്നേ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തില്ലെന്ന് പറയുമ്പോഴാണ് ആളുകൾ അത് ശരിയോ തെറ്റോ എന്ന് കണ്ടെത്താൻ പോകുന്നത്. അല്ലെങ്കിൽ എത്രയോ പേര് 2, 3 കല്യാണം കഴിച്ചിട്ടുണ്ട്, അവരെയൊക്കെ പുറകെ ആളുകൾ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ നമ്മൾ ഈ ചൂണ്ടയിട്ട് കൊടുക്കുക, ചൂണ്ടയിട്ട് ഇരയെ പിടിക്കുമെന്ന് പറയുമല്ലോ, നമ്മൾ തന്നെയാണ് അതിന് കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും രേണുസുതിയുടെ ഇതിൻ്റെ പുതിയ വാർത്തകൾ എന്തായാലും ഉടൻ തന്നെ ഉണ്ടാകും. നമുക്ക് പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.